വേഗാനന്തര ലോകം അല്ലെ പാരഡോക്സ് ഓഫ് പേസ് എന്ന് നമ്മൾ വിളിക്കുന്നതിനെ ധാരാളം അവസരങ്ങളും വളരെ പ്രോമിസിംഗ് ആയ മൂവീസ് കേരളത്തിന് കാഴ്ചവെച്ച ശേഷവും മുരളിയുടെ ഒരു പേസിലാണ് എന്നും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. യാതൊരുവിധ ധൃതിയും കൂടാതെ കാണിക്കാതെ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റിൻ്റെ ഓരോ ഊടും പാവും സ്വന്തമായി നെയ്ത് ചേർക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഫിലിം മേക്കറാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഇരട്ടി സിനിമ മുരളിക്ക് ചെയ്യാമായിരുന്നു ഈ കാലഘട്ടത്തിൽ. ആ ഒരു ധൈര്യം, ഇത് ഈ ഓഫറുകളെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് പെർഫെക്ഷൻ നേടുക എന്ന ഒരു ധൈര്യം, അതിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഡെബ്യൂ ചെയ്തത് 2004 രസികൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്തിരുന്നത് ചേകവൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാനായിരുന്നു. അത് ന്യൂ ഫേസസിനെ വെച്ച് ചെയ്യാനായിരുന്നു. അതിൻ്റെ സ്ക്രീൻ പ്ലേ ഞാനും ലാൽ ജോസും ഡിസൈഡ് ചെയ്തിരുന്നത് വേറൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അത് ചെയ്യാൻ സാധിച്ചില്ല. അത് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി രസികൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് സാമ്പത്തികമായ ഒരു വിജയമായിരുന്നില്ല. പിന്നീട് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും എഴുതണം, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ അവസരങ്ങളൊന്നും വേണ്ടാന്ന് വെച്ച് എനിക്ക് കിട്ടിയ അടുത്ത ഒരു ജോബ് ഓഫർ സ്വീകരിച്ച് ദുബായിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യം, ഇനി സിനിമയിലേക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാനന്ന് പോയത്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യം, തിരിച്ചെന്തെങ്കിലും സിനിമയിൽ വരാനുള്ളൊരവസരം കിട്ടിയാൽ, സിനിമ ചെയ്യാൻ പറ്റിയാൽ എൻ്റെ ഒരു രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു അന്ന്. അത് ഇപ്പോൾ 22 വർഷം കഴിയുന്നു രസികൻ കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴും ഞാനത് പാലിക്കുന്നു എന്നതുകൊണ്ടാവാം ഈ അത്ഭുതം തന്നെയാണ്. കാര്യം ഒരു വർഷം തന്നെ 6-7 സിനിമ ചെയ്യുന്ന മലയാളത്തിൽ നടന്മാരുടെ ഇടയിൽ അങ്ങ് വ്യത്യസ്തത നിൽക്കുന്നു. അതുകൊണ്ടാണ് അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ എഴുത്തിന് കൊടുക്കുന്ന ഈ ഇൻവെസ്റ്റ്മെൻ്റാണ് സത്യത്തിൽ ബാക്കിയുള്ള ഇപ്പോൾ ആക്ടിങ് ഓഫേഴ്സ് എടുക്കുന്നതിലുള്ള ഡിലേയും ഒരുപാട് വലിയ ഗ്യാപ്സും ഒക്കെ വരുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മുരളി വളരെ കുറച്ച് സാഹിത്യം എഴുതുന്നൊരു വ്യക്തിയാണ്. അതെന്താണ് അത് സാഹിത്യ ശാഖയിലേക്ക് എഴുത്ത് തിരിച്ചുവിടാതെ സിനിമയുടെ മേഖലയിൽ തന്നെ എഴുതുന്നത്? മാതൃഭൂമിക്ക് മുരളി എഴുതാറുണ്ട്. KG പത്മരാജൻ സാറിൻ്റെ 80ാം പിറന്നാളിനാണ് ഒടുവിൽ എഴുതിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം കൂടുതൽ ചെറുകഥകളിലേക്കോ നോവലുകളിലേക്കോ അത്തരത്തിലോ തിരിയാതിരുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നൊരു ആളല്ല, നല്ല മടിയനുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് എഴുതും എന്നുള്ളതല്ലാതെ ഒരു പ്രൊളിഫിക് റൈറ്ററായിട്ട് ഞാൻ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് പ്രൊളിഫിക്കായിട്ട് എഴുതാനും പറ്റില്ല. എഴുതാൻ തോന്നുമ്പോൾ മാത്രമേ ഞാൻ പേന ചലിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ സെലക്ടിവിറ്റി ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി വിത്ത് മീ എന്നുള്ളത്. ഈ ഒരു നമ്മളുടെ ടൈറ്റിൽ പറയുന്ന പോലെ കാലം സാക്ഷി, ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ 2.5 പതിറ്റാണ്ടോളം കടന്നു വരുമ്പോൾ മുരളിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മുരളി ഒരു റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഫ്രം രസികൻ ടിൽ നൗ. ശരിക്കും നമ്മുടെ എവല്യൂഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ക്രിയേറ്റിവിറ്റിയിൽ അത് കാഴ്ചക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റൂ. അപ്പം അങ്ങനൊരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നത് ശരിയല്ല. എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. കാഴ്ചക്കാർക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ കരുതുന്നത് ഇതായിരിക്കാം. ഒരു സിനിമയുടെ വ്യത്യസ്തത, ഓരോ സിനിമയിലെയും ഉണ്ടാകുന്ന വ്യത്യസ്തത. ഇപ്പം തീർപ്പ് എന്ന സിനിമയിൽ മുരളി പറഞ്ഞ അത് ഒരു പക്ഷേ ജനങ്ങൾ അത്ര കണ്ടുവെന്നും എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആ പടത്തിലെടുത്ത അതിശക്തമായ ഒരു പ്രമേയമുണ്ട്. അത് കേരളത്തിലെ ഒരു നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് കാണിച്ചത്. എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തിനെ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ജനവിഭാഗത്തിനെ നമ്മൾ കാണുന്ന ഒരു ഭൂരിപക്ഷ സമുദായം ഒരു പക്ഷേ അവരെ ഒരു കുഴിയിൽപ്പെടുത്തുന്നു എന്ന രീതിയിലാണ്. അതിൽ നിന്ന് എമ്പൂരാനിലേക്കുള്ള ദൂരമുണ്ട്. അപ്പം ആ തീമുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സമൂഹത്തിൽ നിന്ന് ആ ഒരു പ്രചോദനം എടുക്കുന്നത്, ആ പ്രക്രിയ ഒന്ന് പറയാമോ? നമ്മൾ പൊതുവേ നമ്മളെ വൂണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ തീംസായിട്ട് വരുന്നത്. അപ്പോൾ ആ വൂൺസ് ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് ആഘാതമേൽപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ തീർപ്പൊരു രൂപകം, ഒരു അലഗറി എന്നുള്ള നിലയിലാണ് തീർപ്പിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് സപ്പോസ് ടു ബി എൻ OTT റിലീസ്. പക്ഷേ അന്നത്തെ ഇപ്പോൾ കോവിഡൊക്കെ കാരണം അതൊരു OTT റിലീസായിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ എഴുതിയൊരു സിനിമയാണ്. എമ്പുരാൻ വരുമ്പോൾ അതൊരു കുറച്ചുകൂടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ളൊരു പടമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ചോയ്സ്, ഒരു 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 കോൺഷ്യസ് ചോയ്സ് എന്നുള്ള നിലയിലല്ല ഒരു കാര്യവും ഞാൻ എഴുതിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് പേപ്പറിൽ പ്രത്യക്ഷമാവാൻ സമയമാവുമ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നതേ ഉള്ളൂ. എമ്പുരാൻ നേരിട്ടതിൽ കൂടുതൽ വിമർശം ഒരു പക്ഷേ തീർപ്പിൽ നേരിടേണ്ടി വരുമായിരുന്നു എന്ന് എപ്പോഴും കരുതിയിട്ടുണ്ടോ? തീർപ്പിൻ്റെ ഒരു ശക്തി ഇല്ല, ഈ രണ്ടിൻ്റെയും കോണ്ടന്റ് വിമർശനം ഉണ്ടാകാവുന്ന കോണ്ടന്റാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യാൻ വഴിയില്ലല്ലോ. അല്ല, അതൊരു മെയിൻ സ്ട്രീമിൽ, അതായത് തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ. അല്ല, തിയേറ്റർ റിലീസ് ആയിരുന്നു. ഞാൻ ചോദിച്ചു OTT-ലാണല്ലോ അത് കൂടുതൽ. അതെ അതെ, ആ അർത്ഥത്തിലാണ് ചോദിച്ചത്. ആ ഒരു കാലഘട്ടം നമ്മൾ വിമർശനങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ എല്ലാം എഴുതുന്നത്. ഒരു എന്താ പറയേണ്ട, ഒരു സേഫ് സ്റ്റാൻസ് അല്ല ഒരു റൈറ്ററിൻ്റെയും ഇപ്പോൾ. ഒരിക്കലും അതൊരു ആ വിമർശത്തിൻ്റെ ഒരു ശക്തി മുരളിയെ പിന്നോട്ട് നീക്കി നിർത്തുന്നുമില്ല, ഒരിക്കലുമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് മുരളി ഗോപി ഒരു സംഘീയ അനുകൂലി എന്നായിരുന്നു വന്നത്. കാരണം മരണപ്രളയത്തിൽ ഓടിയെത്തുന്ന ഒരു യുവാവ് എത്തിച്ചേരുന്ന ഒരു ശാഖ എന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ ഏതാണ്ട് അങ്ങനെ തോന്നുന്ന ഒരിടത്താണ്. അവിടെ നിന്ന് എമ്പൂരാൻ എത്തിയപ്പോഴത്തേക്ക് നിങ്ങളൊരു ആൻറ്റി നാഷണൽ എന്ന വ്യാഖ്യാനത്തിന് വിധേയപ്പെടുകയാണ്. അത് വേദനിപ്പിക്കാറുണ്ടോ? അത് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ അക്യൂസേഷൻസിനെ താങ്കൾ ഡീൽ ചെയ്യുന്നത് വ്യക്തിപരമായിട്ട്? ഈ വ്യൂയിങ് എന്ന് പറയുന്നത് ലിറ്റ്മസ് പേപ്പർ പോലെയാണ്. നമ്മളൊരു ലിക്വിഡ് അതിൽ ഒഴിച്ചാൽ ആളുകളുടെ ഐഡിയോളജി അനുസരിച്ച് അവരതിൽ ഓരോ നിറങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഐ ഡോണ്ട് ഡീൽ വിത്ത് ഇറ്റ്. ഇറ്റ് ഈസ് അപ് ടു ദ വ്യൂവേഴ്സ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഐ ഡോണ്ട് ഡീൽ വിത്ത് ഇറ്റ്. സമൂഹം ഒരു പക്ഷേ ഒരു ക്രിയേറ്റീവായി നിങ്ങൾ എഴുതുന്നതിന് മുമ്പോ എഴുതുന്നതിനിടയിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരുമ്പോൾ ഹൗ ഡു യു സീ ദറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്? അത് നാച്ചുറലായിട്ട് വരും. അത് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സർഗസൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിലോ എന്തിലായാലും ഇന്നതരം തന്നെ ആയിരിക്കണം ഇതിന് കിട്ടുന്ന വിമർശനം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ ഒരിക്കലും പറ്റില്ല. അതിനുള്ള അവകാശം ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർ പറയാനുള്ളത് പറയട്ടെ എന്നുള്ളത് മാത്രമേ. താങ്കൾ ചിന്തിക്കാത്ത തരത്തിലായിരിക്കില്ല പലപ്പോഴും ആ റിയാക്ഷൻസ് റെസ്പോൺസസ് വരുന്നത്. താങ്കൾ ചിന്തിക്കാത്ത തലത്തിലായിരിക്കില്ലേ ചില അർത്ഥതലങ്ങൾ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അല്ല, അതും സംഭവിക്കാറുണ്ട്. അത് ഒരിക്കലും അതിനെ ഒരു ആ ജോണർ വീണ്ടും നോക്കണ്ട എന്ന ഒരു വിചാരം കൊണ്ടുവരാറില്ല. ഞാൻ മനഃപൂർവ്വം എഴുതി തുടങ്ങിയ ഒരാളല്ല, മനഃപൂർവ്വം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുമല്ല. ഞാൻ എഴുതുന്ന ഓരോ സിനിമയും എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സിനിമ ആയിരിക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ എഴുതുന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന സബ്ജക്ട്സിലും ആ ഒരു റിസ്ക് സോഫാറുണ്ട്. അപ്പോൾ അതൊരു അവസാനത്തെ സിനിമ ആയിരിക്കാം എൻ്റെ എന്നുള്ള ഒരു അറിവും എനിക്കുണ്ട്. ഒരു പക്ഷേ മുരളി വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന പല സംവിധായകരിൽ പ്രമുഖനായ ഒരു വ്യക്തി KG ജോർജാണ് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പേസാണോ മുരളി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, അതോ അതും അറിയാതെ വന്നു ചേരുന്ന ഒരു യാദൃശ്യം? അദ്ദേഹം ഒരു എന്താ പറയുക, സ്റ്റാൾവാർട്ടാണ്. അതെ, അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശൈലി വേറൊരു ശൈലിയാണ്, എൻ്റെ ശൈലി വേറെ. ഞാൻ ഉദ്ദേശിച്ച പേസ് ഓഫ് വർക്കാണ്, പേസ് ഓഫ് ഫിലിം പ്രോസസ്സിങ്ങിൻ്റെ ആണ്. ഐ ഡോണ്ട് നോ. മുരളി ഒരിക്കൽ എഴുതുകയുണ്ടായി, മുരളിയുടെ പിതാവും ഭരത് ഗോപി, അദ്ദേഹവും KG ജോർജും അവർ വല്ലാത്തൊരു കെമിസ്ട്രി ഉള്ളൊരു ടീമായിരുന്നു. അവർ ചെയ്ത 3 സിനിമകൾ, യമനിക, ആദാമിൻ്റെ വാരിയൽ, മൂന്നാമതൊരെണ്ണം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തു. അതെ, അപ്പം പഞ്ചവടി പാലം. അപ്പോൾ ഈ 3 സിനിമ വീണ്ടും കാണുമ്പോൾ ഇത് 3 നടന്മാർ 3 സംവിധായകരുടെ കീഴിൽ ചെയ്തതാണ് എന്ന് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യസ്തത മുരളിയുടെ മൂവികളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ മനഃപൂർവ്വമായിട്ടൊരു വ്യത്യസ്തത എൻ്റെ മൂവിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. വ്യത്യസ്തത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാഴ്ചക്കാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ഞാനല്ല. മുരളി, നമുക്ക് കുറച്ച് ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ എടുക്കാം, പിന്നെ നമ്മുടെ സംഭാഷണങ്ങൾ തുടരാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ മുരളിയുടെ ഒരു ആവശ്യം നിങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ സംഭാഷണം നീണ്ടുപോകാനുള്ള കുറേ കാലഘട്ടത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ. യെസ് സാറ് തിരക്കഥ നിർവഹിച്ച എമ്പുരാൻ എന്ന സിനിമ
അതിൻ്റെ റിലീസിങ് സമയത്ത് സെൻസറിങ്ങുമായിട്ട് വളരെയേറെ വിവാദങ്ങളുണ്ടായിരുന്നു. ഈ വിവാദങ്ങളിൽ അതിൻ്റെ സംവിധായകൻ, നിർമ്മാതാവ്, നടൻ എന്ന് പല മേഖലകളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അങ്ങയുടെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധേയമായ ഒരു അഭിപ്രായങ്ങൾ പോലും പറഞ്ഞതായി കണ്ടില്ല. 2, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സിനിമ, വിജയുടെ സിനിമ ഇപ്പോൾ സെൻസർഷിപ്പിന് വിധേയമായി റിലീസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പം ഈ 2 കാര്യങ്ങളെ ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഒരു സിനിമ ഒരാൾ എഴുതി അത് പ്രദർശനത്തിനെത്തിക്കഴിഞ്ഞാൽ ആ സിനിമയാണ് പിന്നെ സംസാരിക്കേണ്ടത്, ആ എഴുത്തുകാരനല്ല. ആ സിനിമ സംസാരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ സിനിമ എഴുതിയത് ഞാനാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ഏത് വേദിയിലും എഴുന്നേറ്റ് നിൽക്കാനും ഞാൻ തയ്യാറാണ്. നമസ്കാരം സാർ, എൻ്റെ പേര് രജിൽ. ഞാൻ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. ഞാൻ സിനിമ അഭിനയത്തെയും തിരക്കഥകളെയും അല്ലാതെ പ്രണയിക്കുന്ന ഒരാളാണ്. നമ്മൾ സാമൂഹിക ജീവിതത്തെ മാറുന്ന ദുരവസ്ഥകളെയൊക്കെ പണ്ട് കാലത്തെ സിനിമകൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, MT ചെയ്ത നിർമ്മാല്യം എന്ന സിനിമ ഇന്നത്തെ കാലത്ത് ഒരു സംവിധായകന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വ്യക്തിസ്വാതന്ത്ര്യം ഇടപെടുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ നമ്മളെ മരിച്ചുപോയ ശ്രീനിവാസൻ നമ്മളെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്താണ്, എൻ്റെ നാട്ടിൻ്റെ അടുത്ത സ്വദേശി കൂടിയാണ്, പുത്തൂരം. അപ്പോൾ അദ്ദേഹം ചെയ്ത സന്ദേശം അതിന്നും കാലിക പ്രസക്തമാണ്. അതിലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നും കാണുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ഒരു തിരക്കഥാകൃത്ത് കൂടിയാണല്ലോ, അപ്പോൾ ഞാൻ തിരക്കഥയെ പ്രണയിക്കുന്ന ഒരാളായതുകൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. സിനിമ കാലത്തെ മാറ്റുകയാണോ അതോ കാലം സിനിമയെ മാറ്റുകയാണോ എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ തൽക്കാലം കാലം സിനിമയെ മാറ്റുകയാണ്. അത് കുറച്ചുകൂടെ, അതായത് 1 സെക്കൻഡ്, അത് മുരളി എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഗസ്റ്റുകൾ വിശ്വസിക്കുന്നു അതിൽ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമോ എന്ന് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാലം എങ്ങനെയാണ് ഇന്നത്തെ ഈ കണ്ടംപററി സിനിമയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നാണ് സങ്കല്പം. പക്ഷേ നമ്മുടെ ജനാധിപത്യം തുടങ്ങുന്ന വർഷം 1947 തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന, അതിനുശേഷം വരുന്ന നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തുടക്കം മുതൽ സിനിമയെ എക്കാലത്തെയും ഭരണകൂടങ്ങൾ സെൻസർഷിപ്പ് വെച്ച് അതിനെ എന്താ പറയേണ്ടത്, അതിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു അടുത്ത കാലത്തുള്ളൊരു പ്രക്രിയ മാത്രമല്ല, വളരെ കാലം മുമ്പ് മുതലേ അതുണ്ട്. ഇപ്പോൾ 1950s 1960s CBFCയുടെ ഒരു കാറ്റലോഗ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. ഏതൊക്കെ സിനിമയെ എന്തൊക്കെ കട്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു കാറ്റലോഗ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. മാറി വരുന്ന ഭരണകൂടങ്ങൾ അവർക്ക് സമ്മതമുള്ള സിനിമകൾ മാത്രം ജനങ്ങൾ കണ്ടാൽ മതി, അവർക്ക് ടാക്സ് എക്സംപ്ഷൻ കൊടുക്കുക, അവർക്ക് സകലവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇന്ത്യ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു മെജോറിറ്റേറിയൻ ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ നാച്ചുറലി സെൻസർ ബോർഡിനെ ഉപയോഗിച്ച് തടയാൻ പറ്റുന്നതിനെ മാക്സിമം തടയണം എന്നുള്ള ശാഠ്യം മറ്റു പല സർക്കാരിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇപ്പോഴുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെൻസർഷിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സെൻസർഷിപ്പ് ഇന്ത്യയുടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. സെഡിഷൻ എന്ന് പറയുന്ന ലോ ഉള്ളതുപോലെ തന്നെ സെൻസർഷിപ്പും ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ശക്തനായ എഴുത്തുകാരനായും നടനായും അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, അങ്ങയുടെ ചിന്തകളെ, വാക്കുകളെ പ്രചോദിപ്പിക്കുന്ന എഴുത്തുകാർ ആരാണ്? അങ്ങ് വായിക്കുന്ന പുസ്തകങ്ങളുടെ ജോണർ എന്താണ്? 1. രണ്ടാമത്തെ ചോദ്യം, ശ്രീ ഭരത് ഗോപി എന്ന വ്യക്തിത്വം അച്ഛൻ എന്ന നിലയിലല്ലാതെ അങ്ങയുടെ കലാജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? താങ്ക് യു സോ മച്ച്. എഴുത്ത് ഞാൻ വായിക്കുന്ന എഴുത്തുകളിൽ പ്രത്യേക ഒരു ജോണറൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന എന്തും ഞാൻ വായിക്കാറുണ്ട്. അതിപ്പോൾ എന്താ പറയണേ, ബാലരമ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാം ഞാൻ വായിക്കും. വായനയിൽ അങ്ങനൊരു ഏറ്റക്കുറച്ചിലോ അങ്ങനൊരു ഉച്ചനീചത്വമോ ഒന്നുമില്ല. ഒരുപാട് ഫേവറേറ്റ് റൈറ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, അച്ഛനെ ഞാൻ എൻ്റെ ഗുരുവായിട്ടാണ് കാണുന്നത്. എൻ്റെ ക്രാഫ്റ്റിൽ എൻ്റെ ഗുരുവായിട്ടാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ്.
സാർ എൻ്റെ 2 ചോദ്യങ്ങളാണ്. ചോദ്യം 1 ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ നമ്മൾ വിട്ടുപോയ 5 സംവിധായകരെ എടുക്കുക വെച്ചാൽ അവരെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു 5 സംവിധായകരുടെ പേര്. നമ്മൾ വിട്ടുപോയ 5 സംവിധായകർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുമായിട്ട് സാറിന് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ സാറിന് അവസരം ലഭിച്ചാൽ ആ 5 സംവിധായകരുടെ പേര് പറയാനാണ് ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. എന്നാലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അടൂർ സാറ്, അരവിന്ദൻ സാറ്, പത്മരാജൻ സാറ്, ഭരതൻ സാറ്, KG ജോർജ് സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, IV ശശി സാറ്. പക്ഷേ ഇവരുടെ കൂടെ എഴുതാൻ താല്പര്യമുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഇവരൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഗുരുതുല്യരായ ആൾക്കാരാണ്. സാർ, രണ്ടാമത്തെ ചോദ്യം, അസ്രയേൽ എന്ന ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അസ്രയേൽ എന്ന ചിത്രത്തിന് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ഒന്ന് തരാൻ പറ്റുമോ? ലൂസിഫർ ഒരു ട്രിലജി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നാച്ചുറലി അസ്രയേൽ വരേണ്ടതാണ്. അതെപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. സർ നമസ്തേ സർ, ഞാൻ അഭിജിത്ത് പ്രദീപ്, പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ഫോർ യുവർ സ്ക്രിപ്റ്റിംഗ്. താങ്ക് യു ഫോർ ഗിവിങ് അസ് എ വണ്ടർഫുൾ ഫിലിം ഫ്രാഞ്ചൈസ്. കാരണം ഏതൊരു വ്യക്തിയോടും, അതായത് ഔട്ട് ഓഫ് കേരള ഏതൊരു വ്യക്തിയും എൻ്റെ അടുത്ത് നല്ലൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇൻട്രീഗിങ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് എൽ ഫ്രാഞ്ചൈസ് തന്നെയായിരിക്കും. സോ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് നമ്മുടെ ലൂസിഫർ ആയാലും എമ്പുരാൻ ആയാലും ഓരോ ഷോട്ടിനും ദർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് ആ ദർ. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഓരോ നോട്ടത്തിൽ തന്നെയും നിരവധി ഇമോഷൻസ് അതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഇൻട്രീഗിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി എഴുതാൻ സാറിന് ഇൻസ്പിറേഷൻ എങ്ങനെയാണ് കിട്ടി? ഈ സ്റ്റോറിയുടെ മോട്ടിവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇതുവരെയായിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി അബ്രാം ആ ഒരു വ്യക്തിയെ മാത്രമാണ് ഇതുവരെ ഒന്ന് വ്യക്തമായി നമ്മൾ കുറച്ചുകൂടി അറിയാൻ പറ്റിയത്. അപ്പോൾ ഇനി ഈ ഫ്രാഞ്ചൈസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്പിൻ ഓഫ്സ് അതായത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ. ഒരു തീമിൻ്റെയോ ത്രെഡിൻ്റെയോ സ്ക്രീൻ പ്ലേയുടെയോ ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടി എന്ന് വ്യക്തമായിട്ട് ഒരു സ്ഥലത്ത് പോയിൻ്റ് ചെയ്ത് ഒരിക്കലും ഒരു എഴുത്തുകാരന് പറയാൻ പറ്റില്ല. ഇതൊരു ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം വൂൺസ്, പലതരം തോട്ട്സ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വൈ എ റൈറ്റർ കനോട്ട് വാഷ് ഹിസ് ഹാൻഡ്സ് ഓഫ് ഹിസ് വർക്ക്സ്. കാരണം ഇത് ഒരു ചാനൽ മാത്രമാണ് റൈറ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്നിലൂടെ വരുന്ന കഥകൾ, തിരക്കഥകൾ, കവിതകളെല്ലാം അതിന് വേറൊരു റൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വേർ ഡസ് ഇറ്റ് കം ഫ്രം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ശരിക്കും ഉത്തരം പറയാൻ പറ്റില്ല, അറിയില്ല എനിക്ക്. സ്പിൻ ഓഫ്സ് പോസിബിളാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഹായ് സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സിനിമാ രംഗത്തുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, നമ്മൾ പ്രേക്ഷകരെന്നുള്ള രീതിയിലും സിനിമയെയും കലാകാരനെയും നമ്മൾ വ്യത്യസ്തമായി കാണണം. അതായത് ഇപ്പോൾ നമ്മളെ പല കേസുകളും എല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നടി ആക്രമിച്ച കേസ് പോലുള്ള കേസുകൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? കാലം സാക്ഷിയാണ് പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പ്രേക്ഷകരെന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ വേർതിരിച്ച് നിർത്തേണ്ടത്? എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ആസ് പ്രേക്ഷകർ ആൻഡ് ആസ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആൻഡ് സംവിധായകർ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, കുറേ സിനിമകളുണ്ട് വേറെ എല്ലാവരും ഇപ്പോൾ ആൻറ്റി ഫെമിനിസ്റ്റായിട്ടും കഥ എന്നുള്ള രീതിയിൽ മാത്രം കാണണം എന്ന് പല നായകന്മാരും വന്ന് പറഞ്ഞിട്ടുണ്ട്. കമേഴ്ഷ്യൽ മൂവീസ് എന്ന നിലയ്ക്ക് എടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പല രീതിയിലും നമ്മൾ അതിനെ തമാശയായി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കലാകാരന്മാർക്കുള്ളത്? അതായത് അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് എത്ര റെലവൻസ് ഉണ്ട്? കലാകാരൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ തോട്ടിനെ ഫിയർലെസ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരുപാട് തരത്തിൽ ഭയം ഉളവാക്കുന്ന ഒരുപാട് ആസ്പെക്ട്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ ഭയത്തിനൊന്നും വശംവദനാകാതെ കഴിയുന്നതും ധൈര്യത്തോടെ
പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുരളി, ഇതിനിടയിൽ ഒരു നിമിഷം ഞാനൊരു കാര്യം ഞാൻ ഓർത്തുവതാണ്. അതായത് ശ്രീ പത്മരാജൻ്റെ 80ാം പിറന്നാളിൻ്റെ അവസരത്തിൽ മാതൃഭൂമിയുടെ അഭ്യർത്ഥന പ്രകാരം മുരളി ഒരു ലേഖനം എഴുതി. എമ്പുരാൻ്റെ ശേഷമുള്ള നീണ്ട മൗനത്തിന് ശേഷം എഴുതില്ല. അതിലെ ഒരു പാരഗ്രാഫ് ഇന്നും ഏതാണ്ട് കാണാപ്പാടം പോലെ എൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്. അതിൽ മുരളി എഴുതിയത് പല കുടിലതകളും ചേർന്ന്, എക്സാക്ട് വെർബാറ്റിം അല്ല, പല കുടിലതകളും ചേർന്ന് മാറിയ ഒരു കപട മാധ്യമമായി സമൂഹം മാറിയിരിക്കുന്നു. ആ സമൂഹം സത്യമെഴുതിയ എഴുത്തുകാരൻ്റെ ചോരയ്ക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നു. അവിടെ കീബോർഡിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് നടത്തുന്ന ആഹ്വാനങ്ങളും പ്ലാസ്റ്റിക് കയറുകളാൽ ബന്ധിച്ച് കപട പങ്കകളിൽ കെട്ടിത്തൂക്കുന്ന ഒരു ആരവങ്ങളും എക്സാക്ട്ലി അല്ല എങ്കിലും ആ ഒരു ഇമോഷൻ, ആ ഒരു വേദന മുരളി പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭീതി കൂടാതെ സത്യം പറയുമ്പോഴും ഉള്ളിൽ മുറിവുകൾ വീഴുന്നുണ്ട്. അതാണ് ഞാൻ അതിൽ നിന്ന് ചോദിക്കേണ്ടത്. ഞാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ റോയ് ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിന് അതിലൊരു ഡയലോഗുണ്ട്. ഈ ധൈര്യമാകുന്നത് അല്പം ഭയം കൂടെ കലരുമ്പോഴാണ് എന്നാണ് ആ ഡയലോഗ്. അത് ധൈര്യമാകുന്നത് അല്പം ഭയം കൂടെ കലരുമ്പോഴാണ്. ഭയമില്ലാതെ ധൈര്യം ഉണ്ടാവുന്നില്ല. അനോണിമിറ്റി എന്ന് പറയുന്നത് ഒരു പരിചയമായിട്ട് നിർത്തി അല്ലെങ്കിൽ ഒരു ആർമറായിട്ട് നിർത്തി അതിൻ്റെ അകത്തു നിന്നാണ് ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേര് ഉപയോഗിക്കാതെ പലതരം സ്യൂഡോനിംസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആഹ്വാനങ്ങൾ നടത്തുക, ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ സൽമാൻ റുഷ്ദി തൊട്ട് നമ്മുടെ ഹരീഷ് വരെയുള്ള റൈറ്റേഴ്സ് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. സത്യം എഴുതുന്നവരെ ആക്രമിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇത് ഈ ഫേസ്ലെസ് എനിമിയെയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ലെസ് എനിമിയെ ഫേസ് ചെയ്യുമ്പോൾ ഭയമില്ലായ്മ ഇല്ല, ഭയം ഉണ്ട്. ആ ഭയത്തിനുപരിയായി വളരുമ്പോഴാണ് എഴുത്തുകാരൻ്റെ ധൈര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. This faceless enemy is more threatening than an enemy with a face. Absolutely. You never know who the enemy really is. തീർപ്പെന്ന സിനിമയെ പറ്റി ഇപ്പോൾ പറഞ്ഞത് നന്നായി. കാരണം ഈ പറഞ്ഞ പോലെ ഒട്ടും പബ്ലിസിറ്റി ഇല്ലാതെ വന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഞാൻ OTT-യിൽ കണ്ടപ്പോൾ തന്നെ ഇത് വല്ലാതെ ഹോണ്ട് ചെയ്തു. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശരിക്കും അതേപോലെ തന്നെയാണ് സയ്യിദ് എമ്പുരാനിൽ. ഒരുപാട് സ്വന്തം ഫാമിലി മുഴുവൻ സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ വെട്ടി വീഴ്ത്തപ്പെടുന്ന കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സാണ് സെയ്ദിൻ്റേത്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാടിൽ ആരും അതിനെ കണ്ടില്ലെന്ന് എനിക്ക് തോന്നി. ഇത്രയും വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ സെയ്ദ് എന്താണ് എന്ന് കാണാതെ പൃഥ്വിരാജ് ജിഹാദിയാണ്, അങ്ങനെ കുറേ വിവാദങ്ങളിലേക്ക് അത് പോയി. അപ്പോൾ അതിന് സങ്കടം തോന്നിയോ? റിലീജിയസ് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് ഭയങ്കര ബ്ലൈൻഡിങ് ആയിട്ടൊരു ഫോഴ്സാണ്. അപ്പോൾ അതൊരു റാബിഡ് ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് തന്നെ ജസ്റ്റിഫിക്കേഷൻസ് പറഞ്ഞാലും ഡ്രാമാറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചാലും ഒരു കഥാപാത്ര രൂപീകരണം എങ്ങനെയാണ് ഒരു കഥാകാരൻ നടത്തുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഇറ്റ് വിൽ ഓൺലി ഫോൾ ഓൺ ബ്ലൈൻഡ് ഐസ് ആൻഡ് ഡെഫ് ഇയേഴ്സ്. സോ ദർ ഇസ് നോ പോയിൻ്റ് ഇൻ എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ്. അതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റർ ക്യാൻ ഓൺലി സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് ഹി ഹാസ് റിട്ടൺ. ഹി ക്യാൻ ഡു നത്തിങ് മോർ. അത്രേ ഉള്ളൂ. ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലുമായിട്ട് ഇപ്പോൾ വളരെയധികം കണക്റ്റഡ് ആണ്. ഇപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു 100 കോടി ക്ലബിലോട്ട് വന്നു. അപ്പോൾ അതിനേക്കാളേറെ പ്രതീക്ഷയായിരുന്നു, ലൂസിഫർ 100 കോടിയിലോട്ട് വന്നു. അപ്പോൾ അതിനേക്കാളും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാർ എമ്പുരാനിലേക്ക് പോയത്. അപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ സ്കെയിലിനെ പുഷ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എത്രമാത്രം പ്രഷർ കൊണ്ടുവരുന്നുണ്ട്? അത് താങ്കളുടേതായിട്ടുള്ള എഴുത്തുകളിൽ താങ്കൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ലൂസിഫർ കണ്ട സമയത്ത് ഭയങ്കര ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ എംബ്രാനിലേക്ക് വന്നൊരു സമയത്ത് സിനിമ ഇടയ്ക്ക് വേറെ ഏതോ ഒരു തരത്തിലോട്ട് ഒരു വ്യതിചലനം പോലെ തോന്നി. കുറച്ചും കൂടെ ഒരു വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അതിൽ വരുന്നത് പോലെ തോന്നിയൊന്നു കൂടെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ബോധപൂർവം ഒരു സിനിമയുടെ സൈസ് കൂട്ടാൻ എനിക്കാവില്ല. നാച്ചുറലായിട്ടുള്ള ഒരു 3 ഫിലിം ട്രിലജിയാണ് ലൂസിഫർ. ഇതങ്ങനെ തന്നെ ഫോം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷനാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും വഴികൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ
തേർഡ് എപ്പിസോഡിലോട്ട് പോകാൻ പറ്റും. ആ ഒരു രീതിയിലാണ് എമ്പുരാൻ ഡിവൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി എമ്പുരാൻ്റെ നറേറ്റീവ് സ്റ്റൈലിൽ വിയോജിപ്പുകളുള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അക്സെപ്റ്റഡ്. ബിക്കോസ് വ്യൂവറിന് എന്തും പറയാമല്ലോ. അത് അങ്ങനെയാണ് തോന്നിയതെങ്കിൽ ഐ അക്സെപ്റ്റ് ഇറ്റ്. സിനിമയിൽ സാറിൻ്റെ വില്ലൻ സൈഡാണ് കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ ആക്ച്വലി ഹീറോയിക് സർക്കംസ്റ്റൻസസ് ഒക്കെ ഒത്തിരി ഉണ്ടായ ഒരാളാണ് സാർ. കാരണം നമ്മൾ പേരെടുത്താൽ മറ്റുള്ളവർ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് ആക്ച്വലി റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹീറോയിക് മൊമെൻ്റ് ആണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാർ എന്തൊക്കെ അത് വിമർശനങ്ങൾ സാറിനെ ഭയപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്ത് ഫീലിംഗ് ആണ് ആക്ച്വലി സാറിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്? പിന്നെ മറ്റൊന്ന് ടിയാൻ പോലുള്ള സിനിമകൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ശ്രദ്ധിക്കപ്പെടാറില്ല പലപ്പോഴും. ഇപ്പോൾ തീർപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് സാറിൻ്റെ റൈറ്റിങ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി. പിന്നെ സാറിന് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള മറ്റൊരു ജോണർ എന്താണ് എന്നുള്ളത്. എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മളെ വിമർശനങ്ങൾ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണോ ക്വസ്റ്റ്യൻ? അത് ഞാൻ പറഞ്ഞല്ലോ, വിമർശനങ്ങൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുത്തുകാരന് പിന്നെ എഴുതാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ബാധിക്കാറുണ്ടോ? ലൈക്ക് സിനിമകൾ ഈ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നുള്ള ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നത് സംഭാവ്യമായൊരു കാര്യമാണ്. അതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ അതിന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് എന്ത് വിധിയും വരാം ബോക്സ് ഓഫീസിൽ. ടിയാൻ ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നില്ല, പക്ഷേ ഇപ്പോഴും ഒരുപാട് പേര് ടിയാനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നോട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടാറുണ്ട്. സോ ആ നിലയിൽ അതിനൊരു ഫോളോയിങ് ഉണ്ട്. അതിൽ സന്തോഷപ്പെടാൻ മാത്രമേ ഒരു റൈറ്ററിന് പറ്റൂ. മുരളി, കുട്ടി ചോദിച്ച മാതിരി ഇതൊരു അൺവാണ്ടഡ് പ്രഷർ ബിൽഡിംഗ് ആണോ ഈ കോടി ക്ലബിൻ്റെ കിലുക്കം? കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമാക്കാർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ആണോ? കോടികൾ വച്ച് ഒരു സിനിമയെ അളക്കുന്ന രീതിയോട് എനിക്ക് സത്യത്തിൽ പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് അതൊരു മാർക്കറ്റ് പ്രഷർ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇത് 2 ദിവസം കഴിഞ്ഞ് 100 കോടി എന്ന് പറയുന്ന ഒരു രീതിയോട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു പ്രഷറിൽ ഞാൻ എഴുതിയിട്ടുമില്ല. അതല്ല, പക്ഷേ സിനിമ ലോകത്ത് സിനിമാക്കാർക്കിടയിൽ ഇതൊരു ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ടോ? പണ്ട് അമൃതം കമയ എന്ന് പറയുന്ന സിനിമയിൽ എം ടി സാറിൻ്റെ ഒരു ലൈനുണ്ട്, കോടികളുടെ കണക്ക് കേട്ടാൽ എനിക്ക് തലകറക്കം എന്ന് പറയുന്നത്. അതൊരു റിയൽ ആർട്ടിസ്റ്റിന് ആ തലകറക്കം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തലകറക്കം ഇല്ലാതെ കോടികൾ തെരഞ്ഞു പോകുന്നവരുണ്ട്, ഉണ്ടായിരിക്കാം. ഞാൻ മുരളി ഇടയ്ക്ക് പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സർക്കാരിനെ പ്ലീസ് ചെയ്യുന്ന സിനിമകൾ, ആ സിനിമകൾക്ക് കിട്ടുന്ന ഒരു ഗ്രീൻ കോറിഡോർ ക്ലിയറൻസും ചെറിയ ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനോ ഉള്ള സിനിമയെ പിടിച്ചു വെക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഹോളിവുഡിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 15 കാലത്ത് വന്ന ഒരു നെർവ് റാറ്റ്ലിംഗ് ആർമി മൂവീസ് ഉണ്ട്. ഇപ്പോൾ ദുരന്തർ പോലെ അത്തരത്തിലുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ. അത്തരം ജോണറുകളെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നോർമൽ ദിവസം ഒരു പട്ടാളം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു സമരത്തെ പോലീസ് പിരിച്ചുവിടുന്ന പോലെ കാണേണ്ട ഒരു ഇതിനെ ഇങ്ങനെ മാഗ്നിഫൈ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കയ്യടി നേതാക്കൾക്കാണ്. ആ ഒരു പ്രവണതയെ ഇന്ത്യയെ അല്ലെങ്കിൽ സമൂഹത്തെ ആകെ ഒരു മാധ്യമമായി കാണുന്ന താങ്കൾ എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സർക്കാരുകളും അവർക്ക് അഭിമതമായ കലയെ ടാക്സ് ഫ്രീ ആക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലാണ്, വളരെ പ്രൊനൗൺസ്ഡ് ആണ്. വാട്ട് എ സ്യൂഡോ ലിബറൽ ഡസ് ബൈ ദ നൈറ്റ് എ ഫാസിസ്റ്റ് ഡസ് ബൈ ദ ഡേ എന്നുള്ളതാണ്. അപ്പോൾ അത് എക്കാലവും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, താജ് ദി അൺടോൾഡ് സ്റ്റോറി, ബംഗാൾ ഫയൽസ്, ഇതിനെല്ലാം ടാക്സ് എക്സംഷൻ കൊടുത്തിരിക്കുകയാണ് പല സ്റ്റേറ്റ്സിലും. അപ്പോൾ ദിസ് ഈസ് സംതിങ് വി ഹാവ് ടു ലിവ് വിത്ത്. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു സ്ഥലത്തൂടെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ സെൻസർഷിപ്പ് ഹാർഡ്ഷിപ്സ് ഉണ്ടാക്കുക, സെൻസർ
സിസേഴ്സിനെ പേടിച്ച് ജീവിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇത് ഈ കാലത്ത് മാത്രമല്ല പണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് വളരെ പ്രൊനൗൺസ്ഡ് ആണ്. ഇപ്പോൾ സെൻസർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മാത്രമുള്ളൊരു പ്രതിഭാസമായിട്ടും അതിനെ കാണേണ്ട ആവശ്യമില്ല. അത് വളരെ പണ്ടുകൊണ്ട് ഇപ്പോൾ എമർജൻസി ടൈമിൽ കിസ്സ കുർസിക്ക, ആന്ധി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആന്ധി, ഇതിൽ ലീഡ് ക്യാരക്ടറിന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുഖഛായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയെ ഇറ്റ് വാസ് ടേക്കൺ ഓഫ് തിയേറ്റേഴ്സ് ബാക്ക് ദെൻ. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഒരുപാട് തരത്തിൽ ആർട്ടിസ്റ്റുകളെ ഗവൺമെൻറ്റിന് ഫോറായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അവരുടെ വാമൂടി കെട്ടുക എന്ന് പറയുന്നത് പല കാലങ്ങളിലായി തുടർന്നു പോന്നിട്ടുള്ളൊരു പ്രവണതയാണ്. കിഷോർ കുമാർ എമർജൻസി ടൈമിൽ എമർജൻസിയെ സപ്പോർട്ട് ചെയ്ത് AARൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ AARൽ നിന്ന് 2 വർഷത്തോളം എമർജൻസിയുടെ എൻഡ് വരെ ബാർ ചെയ്തിരുന്നു. ദേവാനന്ദ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന എവർഗ്രീൻ ഹീറോ, അദ്ദേഹത്തിന് ഒരു ദൂരദർശനിൽ വന്നിട്ട് എമർജൻസിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ബാൻ പ്രഖ്യാപിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എമർജൻസിയൊക്കെ കഴിഞ്ഞിട്ട് 1980 കുർബാനി, നിങ്ങളൊക്കെ കേട്ട് കാണും, കുർബാനി എന്ന് പറയുന്ന സിനിമ ഫറോസ് ഖാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആപ് ജൈസാ കോയി മേരി ജിന്ദഗി മേ ആയ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രശസ്തമായ ഗാനങ്ങളൊക്കെ ഉള്ള വലിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇപ്പം നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കിയാലും മനസ്സിലാവും. ഈ സിനിമയുടെ തുടക്കത്തിൽ സഞ്ജയ് ഗാന്ധിക്കൊരു ഒരു 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 പീൻ ഒരു പുകഴ്ത്ത് പാട്ട് തന്നെ ഈ സിനിമയുടെ തുടക്കത്തിലുണ്ട്. അതിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് ദ ഗ്രേറ്റ് മദർ ഓഫ് അവർ നേഷൻ, ഒരു ഫിലിം മേക്കറാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ക്ലിപ്പിങ്ങിൻ്റെ എൻഡിൽ അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ദ പ്രൊസീഡ്സ് ഓഫ് ദ പ്രീമിയർ ഓഫ് ദിസ് ഫിലിം ഷാൽ ഗോ ടു ദ മെമ്മറി ഓഫ് ദ സ്ലീപ്പിംഗ് പ്രിൻസ് എന്നാണ് ഈ സിനിമയുടെ ഈ തുടക്കത്തിലുള്ള ഈ പീനിൽ സഞ്ജയ് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. സഞ്ജയ് ഗാന്ധിയെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ ദ സ്ലീപ്പിംഗ് പ്രിൻസ് എന്നാണ്. ഇന്ദിരാഗാന്ധി അഡ്രസ്സ് ചെയ്യുന്നത് ഗ്രേറ്റ് മദർ ഓഫ് അവർ നേഷൻ എന്നാണ്. സോ ദിസ് ഹാസ് ബീൻ ദെയർ ടിൽ ദ ബിഗിനിങ് ഓഫ് ടൈം. അത് വളരെ കൂടുതലാണ്, പ്രൊനൗൺസ്ഡ് ആണ് ഇപ്പോൾ, ബിക്കോസ് വി ആർ ലിവിങ് അണ്ടർ എ മെജോറിറ്റേറിയൻ റെജീം. സോ ഇറ്റ് ഈസ് ഓബ്വിയസ്, ബട്ട് ദിസ് ഹാസ് ഓൾവേസ് ബീൻ ദെയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നോക്കാം, ഈ കുർബാനി എന്ന് പറയുന്ന സിനിമ അതിൻ്റെ യൂട്യൂബിൽ അതിൻ്റെ പ്രിൻസും അവൈലബിൾ ആണ്. സോ ദിസ് ഹാസ് ഓൾവേസ് ബീൻ ദെയർ. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള വ്യതിയാനങ്ങളിലൂടെ ജീവിച്ചു മരിക്കാനേ കലാകാരന്മാർക്ക് സാധിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രാജഡി. പക്ഷേ ഈ കാലത്ത് സാക്ഷി നിശബ്ദനായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വേദനയുമുണ്ട്. മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് വരുമ്പോൾ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു എതിർപ്പ് ശബ്ദങ്ങൾ ഉയരാറുണ്ടായിരുന്നു. ആ ശബ്ദങ്ങളുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് ലൈക്ക് യു എ വിറ്റ്നസ്സായ നമ്മൾ ജേർണലിസ്റ്റുകൾക്കും തോന്നാറുണ്ട്. ഡെഫിനറ്റ്ലി വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലെന്ന് വേണമെങ്കിൽ പറയാം. സെൻസർഷിപ്പ് ഒരു വലിയ ടൂളാണ്. ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ സെൻസർഷിപ്പിനോട് വരുന്നത് ഇറ്റ്സ് എ വെരി ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അതിന് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആൾക്കാർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ 19 വലിയ ത്രെട്ടിലാണിപ്പോൾ. സത്യത്തിൽ ഒരു ഫിലിം മേക്കർ സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ പോയി അവർ പറയുന്ന ചേഞ്ചസ് വരുത്തണം എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ബാധ്യസ്ഥനല്ല. ശരിക്കും ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രസൻസ് സത്യത്തിൽ ആവശ്യമാണ്. ബിക്കോസ് ആർട്ടിക്കിൾ 19 ഈസ് ഡയറക്റ്റ്ലി അണ്ടർ ത്രെറ്റ്. പക്ഷെ അങ്ങനെ ഒരു ഡിസ്കഷനോ അങ്ങനെ ഒരു മൂവ്മെൻറ്റോ ഒന്നും ഇവിടെ ആരും നടത്തുന്നില്ല. അത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സത്യത്തിലൊരു കൗൺസിലിൻ്റെ, ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ബിക്കോസ് ബേസിക് റൈറ്റ് ഈസ് ബീങ് ചാലഞ്ച്ഡ്. Your combo with Prithviraj is just awesome. Please giving us such movies. Continue giving us such movie. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറിന് വേണ്ടി കഥാപാത്രങ്ങൾ എഴുതാറില്ല എന്ന് പറയുന്നുണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഏത് ആസ്പെക്റ്റാണ് സാറിന് തോന്നാറ്, സാറിന് അത് ചെയ്യാം എന്ന് തോന്നിയിട്ട് സാർ അത് ചെയ്യാറുള്ളത്? പിന്നെ ആക്ടിംഗ് ആണോ? യെസ് സർ. പിന്നെ ഒരു ചോദ്യം, വിച്ച് ഈസ് ദ ബുക്ക് വിച്ച് ഹാസ് ഇൻസ്പയർഡ് യു എ ലോട്ട്? അഭിനയത്തിൽ വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഞാൻ പിക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ എഴുത്ത് വരുമ്പോൾ
വലിയ വലിയ ഗ്യാപ്പുകൾ അഭിനയത്തിലുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിഗാർഡിങ് മൈ ഫേവറേറ്റ് ബുക്ക്, ഒരുപാട് ഫേവറേറ്റ് ബുക്സ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന അരുന്ധതി റോയുടെ പുസ്തകം. വളരെ ഇഷ്ടപ്പെട്ട പുസ്തകം. സർ, ഒരു ചോദ്യം സർ. ഇവിടെ സർ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, തീർപ്പ്, ടിയാൻ, ഇതുപോലെയുള്ള താങ്കളുടെ സിനിമകൾ, അതിൻ്റെ പശ്ചാത്തലം, പ്രത്യയശാസ്ത്രം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ചർച്ച തുടരുന്നു. പക്ഷേ താങ്കൾക്ക് ഈ സിനിമയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ അത്ര അനുകൂലമല്ല. ഈ സാഹചര്യത്തിൽ ശേഷം വന്ന എമ്പുരാൻ എന്ന സിനിമ ഈ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കണ്ടൻറ്റിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും അങ്ങേക്ക് അല്പം കൂടി കൂടുതൽ സാമ്പത്തികമായും അനുകൂലമായ വിമർശനങ്ങളും തരികയുണ്ടായിട്ടുണ്ട്. ഇതൊരു സേഫ് സോൺ അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും താങ്കൾ ഇതിലേക്ക് വന്നതാണോ? ഇതിൽ സ്റ്റക്കാകുമോ? അതോ മുന്നേ പറഞ്ഞ പോലെയുള്ള കാതലായ സിനിമകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല, ബോക്സ് ഓഫീസ് ഹിറ്റ് ആവണം എന്ന് പറഞ്ഞ് ഒരു തിരക്കഥയും ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ബോക്സ് ഓഫീസ് ഹിറ്റ് ആവണം എന്ന് പറയുന്നത് എല്ലാ എഴുത്തുകാരൻ്റെയും ആഗ്രഹമാണ്. ആവാതിരിക്കണമെന്ന് ശഠിക്കുകയുമില്ല. കോണ്ടൻറ് ഡ്രിവണായിട്ടാണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നമസ്കാരം. ചോദ്യങ്ങൾ ഹ്രസ്വമായിട്ട്. ഒരു കഥ എഴുതുന്ന സമയത്ത് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ആകുമ്പോൾ കൂടുതലും പ്രേക്ഷകർക്കും കൂടിയും ആലോചിച്ചിട്ടാണ്. അപ്പോൾ എത്രത്തോളം മുരളി ഗോപി എന്നുള്ള എഴുത്തുകാരൻ്റെ സംതൃപ്തിയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സംതൃപ്തിയും അതിൻ്റെ ആ ഒരു അളവ് എത്രത്തോളം ഉണ്ടായിരിക്കും ഒരു കഥ എഴുതുന്ന സമയത്ത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോണ്ടൻറ് ഈസ് ദ കിങ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഷുഡ് ബി ദ ക്രൗൺ. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിനെ കുറച്ച് കണ്ടിട്ട് ഞാനിതുവരെ എഴുതിയിട്ടില്ല, എഴുതാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റർടൈനിങ് ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റർടൈൻമെൻറ്റിനെ കുറച്ച് കണ്ടിട്ട് ഒരു കഥയും ഒരു തിരക്കഥയും ഇതുവരെ എഴുതിയിട്ടില്ല. ബിക്കോസ് സിനിമ ഈസ് അബ്സല്യൂട്ട്ലി ഒരു പീപ്പിൾസ് ആർട്ട്. സാർ, ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു കമാരസംഭവത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ. അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സിനിമ സാമ്പത്തികമായ വിജയമാവണം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ. പക്ഷേ കമാരസംഭവത്തിന് വലിയൊരു ഫോളോയിങ് ഇപ്പോൾ ഉണ്ട്. നാച്ചുറലി അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു അന്ന് അത് കൺസീവ് ചെയ്ത സമയത്ത്. എനിക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു പടമാണ്. നമസ്കാരം. അത് ഫുള്ളി കൺസീവ്ഡ് ആണ്. മുരളിയുടെക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റിവിറ്റിയും കണ്ടൻറ് ഈസ് ദ കിങ് എന്ന് മുരളി പറയുകയുണ്ടായല്ലോ. ക്രിയേറ്റിവിറ്റിയും കണ്ടൻറ് ഈസ് ദ കിങ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കണ്ടൻറ് പോലും AI ബേസ്ഡ് ആക്കുകയും AI ബേസ്ഡ് ആയിട്ട് ഒരു പക്ഷേ സമൂഹത്തിൽ കൂടുതൽ അപ്പീലിംഗ് ആവുന്ന ഒരു ജോണറിലേക്ക് ഒരു മൂവിയെ മാറ്റിക്കൊണ്ട് പോകുന്ന ചില ടെൻഡൻസീസ് വരുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രമാത്രം ക്രിയേറ്റിവിറ്റിയും സിനിമയും ഇല്ലാതാക്കും? AI തൽക്കാലം ഒരു ത്രെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിനിമയ്ക്ക്. പക്ഷേ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഡെക്കേഡ് AI it is growing enormously by the minute. So എന്തായിരിക്കും ഒരു ഫ്യൂച്ചർ, ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഗെയിമിംഗ് ഇൻഡസ്ട്രി അഗെയിൻ സിനിമയ്ക്കൊരു വലിയ ത്രെട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇൻ്ററാക്റ്റീവ് ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കത് ഷുവറായിട്ട് പറയാൻ പറ്റില്ല. ഈ ബൈ ദി എൻഡ് ഓഫ് ദിസ് ഡെക്കേഡ് ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചത് നേരത്തെ നമ്മൾ സംസാരിച്ചതും ചർച്ച ചെയ്ത വിഷയത്തും കൂടെ ചേർത്താണ്. കാര്യം ഒരു സിനിമയുടെ തീമിലേക്ക് ഇപ്പം മെജോറിറ്റേറിയൻ സർക്കാരുകളുടെ ഇഷ്ടങ്ങളെ മാത്രം കുത്തിനിറയ്ക്കുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഇന്ന് AI മോഡൽസിന് സാധിക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു ഫിലിം മേക്കറെ പ്രഷറിലാഴത്തില്ലേ? ഡെഫിനറ്റ്ലി ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് മാനിപ്പുലേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചക്കാരെ കണ്ടു നിന്നാൽ മതിയോ? അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സിനിമയിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, ഡിസേണിംഗ് ആയിട്ട് മ്യൂട്ട് വിറ്റ്നസ്സായി നിൽക്കുന്ന ഒരു സിനിമയിലൂടെ മുരളി കൊടുക്കുന്ന സന്ദേശം പലരിലേക്ക് എത്തും. അതേപോലെ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിശബ്ദരായി സാക്ഷികളായി മാത്രമാണോ നിൽക്കേണ്ടത്? എങ്ങനെയാണ് യുവത ഇതിലേക്ക് ഈ രീതികളിനെ പ്രതികരിക്കേണ്ടതെന്നാണ് മുരളിയുടെ ഒരു വിചാരം? അങ്ങനെ ഒരു ആഹ്വാനം എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. മുഖമുള്ള ഒരു ആഹ്വാനമാകാമല്ലോ. കാഴ്ചക്കാർ എന്താ പറയേണ്ടത്, ഡിസേണിംഗ് ആയിട്ടുള്ള കാഴ്ചക്കാരാവുക. റിവ്യൂസ് ആദ്യം കണ്ടിട്ട് സിനിമ പിന്നീട് കാണാൻ പോകാതിരിക്കുക.
സ്വന്തമായ ഒപ്പീനിയൻ മാനിപ്പുലേറ്റഡ് ആവാൻ അനുവദിക്കാതിരിക്കുക, ഇത്രയൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സാർ നമസ്കാരം സാർ. സാർ ഇവിടെ സാർ എഴുതിയ കഥാപാത്രങ്ങൾ സാർ അഭിനയിച്ചു വരുമ്പോൾ വളരെയധികം പൂർണ്ണത, അജയ് കുര്യനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലൈഫ് അതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ന് സാറിലെ അത്തരം ഒരു നടനെ ഇനിയും കാണാനാകും സാർ? ഞാൻ എഴുതുന്ന സിനിമയിലോ? സാർ എഴുതുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് സാറ് ഇപ്പോൾ റിലീസാകാൻ പോകുന്നൊരു സിനിമയാണ് ഞാൻ എഴുതുന്ന സിനിമ, അനന്തൻ ഗാർഡ് എന്ന് പറഞ്ഞത്, അതിൽ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. എൻ്റെ പേര് അനൂപ് എന്നാണ്, കോഴിക്കോട് നിന്നാണ്. സാറിൻ്റെ എല്ലാ തിരക്കഥയും സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ കമ്മാര സംഭവം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അന്ന് കമേഴ്ഷ്യലായിട്ട് അത്ര വിജയമായിട്ട് തോന്നിയില്ലെങ്കിലും പക്ഷേ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. സാറിൻ്റെ ആ സിനിമയെ പറ്റിയുള്ളൊരു അനുഭവം പറയാൻ പറ്റുമോ? കമ്മാര സംഭവം 2017 16 ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. അതിന് വളരെ മുമ്പ് തന്നെ സിനിമയെ ഒരു പ്രോപ്പഗൻഡ ടൂളായി ഗവൺമെൻറ്റ്സും റൂളിംഗ് പാർട്ടീസും ഏറ്റെടുക്കുന്ന ഒരു ഹാബിറ്റിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നാസി ജർമ്മനിയിലായാലും മുസോളിനിയുടെ ഇറ്റലിയിലായാലും സ്റ്റാലിൻ്റെ റഷ്യയിലായാലും സിനിമയെ ഒരു പ്രോപ്പഗൻഡ ടൂളായിട്ട് ഉപയോഗിക്കുന്ന മാനിപ്പുലേഷൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാബിറ്റ് ലോക ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് ഇപ്പോൾ നാസി ജർമ്മനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ തന്നെ ഉണ്ടായിരുന്നു, ലെനി ലൈഫൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരാണ് ഈ പ്രോപ്പഗൻഡ ഫിലിംസ് ഹിറ്റ്ലറിന് വേണ്ടി അന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടു ദ കോമൺ പീപ്പിൾ ഇതൊരു പ്രോപ്പഗൻഡ സിനിമയായിട്ടായിരിക്കില്ല അവതരിപ്പിക്കപ്പെടുന്നത്. ദിസ് വിൽ ബി പ്രസൻറ്റഡ് ആസ് ദ ട്രൂത്ത്. അപ്പോൾ അവരങ്ങനെ മാനിപ്പുലേറ്റഡ് ആവുന്നത് അവർ പോലും അറിയാതെ മാനിപ്പുലേറ്റഡ് ആവുകയായിരുന്നു. ഇത് മുസോളിനിയുടെ ഇറ്റലിയിലും ഉണ്ട്, സ്റ്റാലിൻ്റെ റഷ്യയിലും ഉണ്ട് ഈ പ്രോപ്പഗൻഡ ഫിലിംസ്. കുറച്ചുകൂടെ ലോകം മുന്നോട്ട് സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ പ്രോപ്പഗൻഡയ്ക്ക് സ്റ്റേറ്റ് ഫിലിംസ് ഡിവിഷൻ പോലുള്ള സാധനങ്ങൾ ഓരോ സ്റ്റേറ്റ്സിൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിക്ഷനിലൂടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് യൂളോജീസ്, അതായത് പീൻസ്, വാഴ്ത്തുപാട്ടുകൾ ഫിക്ഷനിലൂടെ ചെയ്യണം എന്നുള്ളൊരു ഇത് വരികയും സൈഡ് ഡോഴ്സിൽ കൂടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായി. ഇതാണ് കമാര സംഭവത്തിൻ്റെ കോർ തോട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ എലക്ഷൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ബയോപിക്സ് ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സിനിമയാണ് കമാര സംഭവം. You are not so naive to kind of not to guess the controversies which will follow after the Emperor release, right? So what made you choose that particular theme for that movie? Was it more sort of a commercial choice or something, some artistic choice? And second thing is, you kind of just criticized Dhurandhar or Kashmir Files or whatever it is. Criticize, yeah. No, he didn't criticize. I didn't criticize. I said there were tax exemptions. But they align with the ruling party narratives, right? So given that Kerala's political context landscape is a bit different, did Empuran also follow a similar sort of move in its own regional reality? Since the political landscape in Kerala is different from the nation, did Empuran also follow something similar like what the other nationalistic movies do? I mean, was it sort of a safe play to kind of boost the movie through negative publicity? No, I don't think so. Never? I mean, didn't you even feel that, okay, this would go this way and the negative publicity would fetch the whatever Crows Club we kind of celebrate? Absolutely not. If you look at the movie Left, Right, Center, it is actually attacking the government in Kerala and the sort of the evolution of the Communist Party of Kerala. Though I don't think you have named it as a Communist Party of Kerala, right? In that movie, it is like it's implied thing. It is actually a left, right, center. A movie with leftist content. Correct. Humanist content. Actually. Humanist movie. So if you look at it, it shows the helplessness of a person caught
in this milieu. So I don't think there's like any stated position that he is doing something to please somebody in Delhi or, you know, to gain something through negative publicity, right? That is maybe an elaborated answer to you. അതായത് if you take my position as a creator, I am considered an enemy of almost all the political parties of this nation as of now. സ്വതന്ത്രമായി ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ സാറിനൊരു സ്വതന്ത്രമായി എഴുതുന്നതിന് സാറിനൊരു ഭയമുണ്ടോ? ഭരണകൂടത്തെയോ അല്ലെങ്കിൽ സാറിൻ്റെ എഴുത്തുകളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക്, എഴുതിയതിൻ്റെ പേരിൽ എനിക്കെന്തെങ്കിലും ആകുമോ എന്നുള്ളൊരു ഭയം, അതായത് നമ്മുടെ ഗൗരി ലങ്കേഷ്, നരേന്ദ്ര ദബോൾക്കർ, അതുപോലെ തന്നെ പെരുമാൾ മുരുകനെയൊക്കെ പോലെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ സാറിന് ഭരണകൂടത്തിൽ നിന്ന് വരുമോ എന്നൊരു പേടി ഈ കാലഘട്ടത്തിൽ സാറിൻ്റെ എഴുത്തുകളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അപ്പം ഇനി വന്നേക്കാം എന്നൊരു ധ്വനി ഉണ്ടോ അതിൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ സിനിമയും എൻ്റെ അവസാനത്തെ സിനിമ ആയിരിക്കാമെന്ന് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ഉണ്ടാകാം എന്നൊരു ധ്വനി ഉണ്ടോ എന്നാണ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. ഇനിയൊരു ഭയം ഉണ്ടായേക്കാം. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇതിനൊരു കണ്ടിന്യൂം ഉണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ തുടക്കം മുതൽ അത് ആശിച്ചിട്ടുമില്ല. ഇത്രയും കാലം ഉണ്ടായി, ഇത്രയും കാലം സിനിമ ചെയ്തു, 8ഓളം സിനിമകൾ എഴുതി. ഐ എം ഹാപ്പി. സാർ, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ആദ്യത്തെ സിനിമ രസികൻ, അത് 2 ഫാൻസ് അസോസിയേഷൻ തമ്മിലുള്ള മത്സരത്തിലൂടെയാണല്ലോ കഥ കടന്നു പോകുന്നത്. ഇന്നത്തെ കാലത്ത് എത്തുമ്പോൾ ശരിക്കും ഫാൻസിൻ്റെ ഒരു അതിപ്രസരം, ആ മത്സരം വല്ലാതെ കൂടിയിട്ടുണ്ട്. ഒരു ഫാൻസ് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരാളുടെ സിനിമ ഇറങ്ങുമ്പോൾ കൂവി തോൽപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ അത് ആഘോഷിച്ച് മത്സരമാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതോടൊപ്പം സാർ ആരുടെ ഫാനാണ്, മമ്മൂട്ടി ഓർ മോഹൻലാൽ? സിനിമയിലെ ഫാൻസും സ്പോർട്സിലെ ഫാൻസും ഒക്കെ നിരുപദ്രവകരമായ ഫാൻ ഫോളോയിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പേടിക്കേണ്ടത് പൊളിറ്റിക്സിലുള്ള ഫാൻ ഫോളോയിങ് ആണ്. നമസ്കാരം സാർ. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിപ്പോൾ ഒരു 2 ദശാബ്ദത്തോളമായി മലയാള സിനിമയിലുണ്ട്. അപ്പം രസികൻ തൊട്ട് അനന്തങ്കാട് വരെ എത്തി നിൽക്കുമ്പോൾ സാറിൻ്റെ എഴുത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഈ കാലം സാറിൻ്റെ എഴുത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ സാറിൻ്റെ റിസർച്ച് മെത്തഡോളജീസ്, ഇപ്പോൾ രസികനിൽ സാർ എടുത്ത രീതി ആയിരിക്കത്തില്ല സ്ക്രീൻ റൈറ്റിങ്ങിന് ഇപ്പോൾ അനന്തങ്കാട് റൈറ്റ് ചെയ്യുമ്പോൾ സാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിസർച്ച് മെത്തഡോളജി എങ്ങനെയാണ് മാറിയിട്ടുള്ളത്? ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് കാഴ്ചക്കാർക്കേ പറയാൻ പറ്റും. ഞാൻ ഓരോ സിനിമയ്ക്കും ആവശ്യമായ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. Before we move to the last question there, you know, when we started in Indian Express as journalists, രണ്ടുപേരും sub-editors ആയിരുന്നു. Do you miss journalism? I miss nothing. You miss nothing. You don't miss the fire and fury of print. What would have been if you were the editor today? You know, you left Indian Express, or you would have become an editor there. So if you were, how would you? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ മാക്സിമം കൊടുത്ത് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഐ ഡോണ്ട് മിസ് എനിത്തിങ്. അതെനിക്ക് ജേർണലിസ്റ്റ് ആയിരുന്ന 10-15 ഇയേഴ്സ് എൻ്റെ റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഐ ഓൾവേസ് റെസ്പെക്റ്റ് ഇറ്റ്. ഐ റിമെമ്പർ മൈ ഡേയ്സ് ഇൻ ജേർണലിസം വിത്ത് അബ്സല്യൂട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ബിയോണ്ട് ദാറ്റ് ഐ ഡോണ്ട് മിസ്. And we were lucky that we all were under Medil Radhakrishnan, you know, one of the most brilliant writers in literature. So both of us were working with him, likewise Saraswati Nagarajan, who is the Hindu, and Venki, who is an artist. So we all were together launching new products which were much ahead of times in Kerala. So I always wanted to ask you this: do you miss journalism? And now we have clarified that. I'm happy. We have time for maybe one more question or 2 short questions. Yes. എല്ലാ ചോദ്യങ്ങളെയും സമർത്ഥമായി കൈകാര്യം ചെയ്യുകയും പറയേണ്ട ഉത്തരം മാത്രം പറഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരു മെയ്വഴക്കം കാണാൻ കഴിഞ്ഞു. അതിൽ ഗുരുക്കന്മാരുണ്ടോ?
അതിനുത്തരം പറയാൻ തക്കകൊണ്ട് ഒരു മെയ്വഴക്കം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അവസാനിയാവാൻ യോഗം കിട്ടി എന്ന് വിചാരിക്കുന്നു. തുടക്കം മുഴുവൻ ഈ മുന്നണി പോരാളികളാണ്. ഈ പിന്നണി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അക്കൂട്ടത്തിലൊരു ചോദ്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചോദ്യങ്ങൾക്ക് നീക്കി വെച്ച ഒരുപക്ഷെ ഒരു സാഹിത്യോത്സവത്തിലും കാണില്ല. കാരണം ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി അതായതുകൊണ്ട്. അപ്പോൾ താങ്കൾ കൈ ഉയർത്തിയിരുന്നെങ്കിൽ മൈക്ക് അവിടെ എത്തി. 100% അംഗീകരിക്കുന്നു. പക്ഷെ വന്നത് മുഴുവൻ മുന്നിൽ നിന്നാണ് ശബ്ദം. അപ്പോൾ പിന്നിലെ ശബ്ദത്തിൽ പ്രതീകമായിട്ട് ഒരു ചോദിക്കൂ. മലയാള സിനിമയുടെ ഈ രംഗവീചികൾ ഒരുപാടൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എല്ലാ സിനിമകളും കാണാറുണ്ട്. അത് ആര് നല്ലത് ആര് മോശം എന്ന് പറയുന്നത്. ഞാനൊരു വടക്കനാണ്, കണ്ണൂരാനാണ്. ഒരു ചോദ്യമേ ഉള്ളൂ. മുരളി എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ പൈതൃകം ഏറ്റുവാങ്ങിയ ഒരു അനുഗാതാവ്, ഗോപി എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ പൈതൃകം ഏറ്റുവാങ്ങിയ ഒരു അനുഗാതാവ് എന്നുള്ള രീതിയിൽ മലയാള സിനിമയ്ക്ക് താങ്കൾ ആരാണ്? 1. 2, സാഹിതിയെ മലയാള സിനിമയിൽ കൈവിട്ട ഒരു കാലത്തിലൂടെ പോകുന്നു എന്ന് തോന്നുന്നു. കാരണം ഫാൻറ്റസിയും അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ചെമ്മീനൊക്കെ ഇറങ്ങി ഒരു കാലത്തിലൂടെ ജീവിച്ച് നടന്നു വളർന്നൊരു തലമുറയുടെ പ്രതീകം എന്ന നിലയിൽ മലയാള സാഹിതിയെ കുറച്ചുകൂടി പരിചയപ്പെടുത്താൻ, പുതുതലമുറക്ക് പരിചയപ്പെടുത്താൻ ഇന്നത്തെ ഈ യുവ എഴുത്തുകാരന് സാധിക്കുമോ എന്നത് മാത്രമാണ് ചോദ്യം. സാഹിത്യവും സിനിമയും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുതിയ നമ്മുടെ സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ സാഹിത്യകൃതികൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വായനക്കാരനും അവൻ്റെ മനസ്സിൽ ഒരു സാഹിത്യകൃതി ഓരോ രീതിയിലാണ് പ്രത്യക്ഷമാകുന്നത്. സിനിമ ഒരു ജനറൽ വ്യൂയിങ്ങിനുള്ളൊരു സാധനമാണ്. അപ്പോൾ ഓരോ ആളിനും അയാളുടെ മനസ്സിലുണ്ടായ ഒരു വിഷ്വൽ ഒരു ദൃശ്യശ്രവ്യ പ്രപഞ്ചത്തെ അതിനെ ബേസ് ചെയ്തൊരു സിനിമയിൽ വരുമ്പോൾ അതൊരിക്കലും അതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഈ വ്യക്തിപരമായിട്ടുള്ള അതിൻ്റെ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു സാഹിത്യകൃതിയിൽ, നമ്മുടെ മനസ്സിൽ കണ്ടൊരു കാഴ്ചയെ ഒരിക്കലും സിനിമയ്ക്ക് ഈക്വൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാഹിത്യകൃതികളായിട്ടും സിനിമയായിട്ടും നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. This will be the last question. സാർ, എൻ്റെ പേര് രാജേന്ദ്രൻ. സാറേ, എൻ്റെ ചോദ്യം, നല്ല ഒരു എഴുത്തുകാരനില്ലെങ്കിൽ ഒരു നല്ല സിനിമ ഉണ്ടാകുന്നില്ല. ഇപ്പം സാറ് എഴുതിയ എല്ലാ സിനിമയും ഇപ്പം അതിൽ അഭിനയിച്ചവർ നല്ല പേര് വാങ്ങിക്കുന്നു, പൈസ സമ്പാദിക്കുന്നു. പക്ഷേ ഈ എഴുത്തുകാരന് അങ്ങനെ പൈസയായിട്ടോ അല്ലെ പേര് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? എഴുത്തുകാരന് പ്രൊപ്പോർഷണൽ റെമ്യൂണറേഷൻ കിട്ടാറുണ്ടോ? നടന്മാർക്ക് കിട്ടുന്ന പോലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കിട്ടാറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുരളി, താങ്ക് യു വെരി മച്ച്. നല്ല ഓഡിയൻസ് ആയിരുന്നു. മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നല്ലൊരു ഗായകനാണ് മുരളി. സംഗീതം മിസ് ചെയ്യുന്നുണ്ടോ? അതും മിസ് ചെയ്യുന്നില്ലേ? പാട്ടുകളെ മിസ് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ പാടിയിട്ടുണ്ട് അടുത്ത്. അങ്ങനെ പുതിയ സിനിമകളിൽ പാടുന്നുണ്ടാവും? പാടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ മുരളിയോട്? നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു കാലത്തിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു 4 വരി ഇപ്പോൾ ഓർമ്മ വന്ന ഒരു ഹിന്ദി പഴയ ലീഡർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ദിലീപ് കുമാറിൻ്റെ. അപ്പോൾ അതിലൊരു ഗാനമുണ്ട്, അപ്നി ആസാദി കോ ഹം ഹർഗിസ് മിട്ടാ സക്തേ നഹീ, അപ്നി ആസാദി കോ ഹം हरगिज मिटा सकते नहीं, सर कटा सकते हैं लेकिन सर झुका सकते नहीं, सर झुका सकते नहीं. वंदे मातरम.